ഇൻഡിഫറൻസ് കർവ്, നിസ്സംഗതാവക്രം അഥവാ ഉദാസീനതാവക്രം എന്നും പറയും. അതിൻ്റെ അർത്ഥം എന്താ? ഇൻഡിഫറൻസ് ഷെഡ്യൂള്, നിസ്സംഗത ഷെഡ്യൂള്, ഇൻഡിഫറൻസ് മാപ്പ്, നിസ്സംഗതാ ഭൂപടം, പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ്, നിസ്സംഗതാവക്രങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഇൻഡിഫറൻസ് ഷെഡ്യൂള്. ഓക്കെ, ഇൻഡിഫറൻസ് ഷെഡ്യൂളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഒന്നാമത്തെ കോളത്തിൽ ഗുഡ് 1 സാധനം 1ൻ്റെ അളവ്, രണ്ടാമത്തെ കോളത്തിൽ ഗുഡ് 2 സാധനം 2ൻ്റെ അളവുകളാണ് നൽകിയിട്ടുള്ളത്. ഓക്കെ, ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ പേര് എടുത്ത് പറഞ്ഞതിന് പകരം എന്ത് കൊടുത്തു? ഗുഡ് 1 അല്ലെങ്കിൽ ഗുഡ് 2 എന്ന് കൊടുത്തു. സാധനം 1 സാധനം 2, റൈസ് വീറ്റ് എന്ന് പറഞ്ഞതിന് പകരം എന്ത് കൊടുത്തു? ഗുഡ് 1 ഗുഡ് 2 എന്ന് കൊടുത്തു. സാധനത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞതിന് പകരം ഗുഡ് 1 ഗുഡ് 2 എന്ന് കൊടുത്തു. ഒരു ഉപഭോക്താവ് ഗുഡ് 1 വാങ്ങിയ അളവാണ് കൊടുത്തത് 1 2 3 4. ഗുഡ് 2 വാങ്ങിയത് 10 6 3 1. അതായത് ഏതോ ഒരു ഉപഭോക്താവ് ഒന്നാമത്തെ സാധനം 1 യൂണിറ്റ് വാങ്ങിയപ്പോഴേ രണ്ടാമത്തെ സാധനം 10 യൂണിറ്റ് വാങ്ങി എന്നാണ് സൂചിപ്പിക്കുന്നത്. ഒന്നാമത്തെ സാധനത്തിൻ്റെ അളവിങ്ങനെ കൂട്ടുമ്പോൾ രണ്ടാമത്തെ സാധനത്തിൻ്റെ അളവിങ്ങനെ കുറച്ചു. അപ്പോൾ എന്താണ് ഇൻഡിഫറൻസ് ഷെഡ്യൂൾ എന്ന് വെച്ചാൽ? ഉപഭോക്താക്കൾക്ക് തുല്യ സംതൃപ്തി നൽകുന്ന സാധനങ്ങളുടെ വിവിധ കോമ്പിനേഷനുകളുടെ ഒരു പട്ടികയാണ് ഇൻഡിഫറൻസ് ഷെഡ്യൂൾ. ഇൻഡിഫറൻസ് ഷെഡ്യൂൾ എന്ന് വെച്ചാൽ ഉപഭോക്താക്കൾക്ക് തുല്യ സംതൃപ്തി നൽകുന്ന സാധനങ്ങളുടെ വിവിധ കോമ്പിനേഷനുകളുടെ ഒരു പട്ടികയാണ് നിസ്സംഗതാവക്രം. നിസ്സംഗതാ ഷെഡ്യൂളിനെ ഗ്രാഫിലേക്ക് മാറ്റിയാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇൻഡിഫറൻസ് കർവ്. എന്താണ് ഇൻഡിഫറൻസ് കർവ്? നോക്കി, എക്സ് ആക്സിൽ സാധനം 1 ഗുഡ് 1ൻ്റെ അളവ് കൊടുത്തിരിക്കുന്നു, വൈ ആക്സിൽ സാധനം 2ൻ്റെ അളവ്. നിസ്സംഗതാവക്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഡിഫറൻസ് കർവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സംതൃപ്തി ലഭിക്കുന്ന ഉപഭോഗ ബണ്ടിലുകൾ ചേർത്ത് വരയ്ക്കുന്ന രേഖാചിത്രമാണ് നിസ്സംഗതാവക്രം. എന്താണ് ഇൻഡിഫറൻസ് കർവ്? ഒരേ സംതൃപ്തി ലഭിക്കുന്ന ഉപഭോഗ ബണ്ടിലുകൾ ചേർത്ത് വരയ്ക്കുന്ന രേഖാചിത്രമാണ് നിസ്സംഗതാവക്രം. ഒരു ഇൻഡിഫറൻസ് ഷെഡ്യൂൾ തന്നിട്ട് നിസ്സംഗതാവക്രം വരയ്ക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അളവെടുത്ത് വരക്കണം. ഓക്കെ, ഇതൊരു റഫായിട്ട് കാണിച്ച കർവാണ്. ഇതേപോലെ നിസ്സംഗതാവക്രം ഉണ്ടാവുക. അപ്പോൾ ഏത് രൂപമായിരുന്നു നിസ്സംഗതാവക്രം? കോൺവെക്സ് ആകൃതിയാണ്. നിസ്സംഗതാവക്രം എപ്പോഴും എന്തായിരിക്കും? കോൺവെക്സ് ആകൃതിയായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇൻഡിഫറൻസ് മാപ്പ്, നിസ്സംഗതാ ഭൂപടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൂട്ടം നിസ്സംഗതാ വക്രങ്ങളെ നിസ്സംഗതാ ഭൂപടം എന്ന് പറയുന്നു. ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയുന്നു. കുറേ നിസ്സംഗതാ വക്രങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് നിസ്സംഗതാ ഭൂപടം. ഇൻഡിഫറൻസ് കർവിനെ ഷോർട്ടായിട്ട് കാണിക്കുക IC എന്നാണ്. ഓക്കെ, ഇവിടെ ഒന്നാമത്തെ IC1, പിന്നെ കാണിച്ച റെഡ് കളർ കാണിച്ചത് IC2, പിന്നെ കാണിച്ചത് IC3. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിനെ നിസ്സംഗതാ വക്രത്തിൻ്റെ കൂട്ടത്തിനെയാണ് നിസ്സംഗതാ ഭൂപടം എന്ന് പറയുക. ഓക്കെ, പിന്നെ വേറെ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, നിസ്സംഗതാ വക്രത്തിൻ്റെ എൻഡുകൾ എക്സ് ആക്സിലോ വൈ ആക്സിലോ ടച്ച് ചെയ്യില്ല, കൂട്ടിമുട്ടില്ല. അതും ഓർത്ത് വെക്കണം. ഓക്കെ, നിസ്സംഗതാ വക്രത്തിൻ്റെ സ്ലോപ്പ്, ചെരിവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എപ്പോഴും എന്തായിരിക്കും? MRS ആയിരിക്കും, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. എന്ന് വെച്ചാൽ ഒരു സാധനത്തിൻ്റെ 1 യൂണിറ്റ് അധികം ലഭിക്കാൻ രണ്ടാമത്തെ സാധനത്തിൻ്റെ അളവ് കുറയ്ക്കേണ്ടി വരുന്നു. അതിനെയാണ് MRS എന്ന് പറയുക, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ നമ്മൾ ഇൻഡിഫറൻസിൻ്റെ കർവിൻ്റെ മീനിങ്, ഷെഡ്യൂള്, മാപ്പ് അല്ലേ, ഇൻഡിഫറൻസ് മാപ്പ് ഇതൊക്കെ പഠിച്ചു. നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ്, നിസ്സംഗതാവക്രത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. പ്രധാനമായിട്ട് 4 സവിശേഷതകൾ ഓർത്ത് വെക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇൻഡിഫറൻസ് കർവ് നമ്മൾ കണ്ടു അല്ലേ, അത് ഇടത്ത് നിന്നും വലത്തേക്കാണ് ചെരിഞ്ഞു പോകുന്നത് അല്ലേ. ഇടത്തെ സൈഡിൽ നിന്ന് വലത്തെ സൈഡിലേക്ക് ചെരിഞ്ഞു പോകുന്നു. വൈ ആക്സിൽ നിന്ന് സൈഡിൽ നിന്ന് എക്സ് ആക്സിൻ്റെ സൈഡിലേക്ക് താഴോട്ടേക്ക് ചെരിഞ്ഞു വരുന്നു. രണ്ടാമത്തെ പ്രത്യേകതയാണ് എന്ത്? ഇൻഡിഫറൻസ് കർവിന് കോൺവെക്സ് ആകൃതിയാണ്.
കണ്ടല്ലോ, ഇൻഡിഫറൻസ് കർവിന് കോൺവെക്സ് ആകൃതിയാണ്. പിന്നെ ഉയർന്ന ഇൻഡിഫറൻസ് കർവ്, റൈറ്റ് ഡിഫറൻസ് കർവ് വലത്തോട്ട് ഇങ്ങനെ വരച്ച് പോകുന്നുണ്ടേ, IC1 IC2 IC3 IC3 ഇങ്ങനെ ഉയർന്നു പോകുന്നത്, ഉയർന്ന IC കാണിക്കുന്നത് ഉയർന്ന സംതൃപ്തിയെയാണ്. ഉയർന്ന ഇൻഡിഫറൻസ് കർവ് കാണിക്കുന്നത് ഉയർന്ന സംതൃപ്തിയെയാണ്. നാലാമത്തെ സവിശേഷത, നിസ്സംഗതാവക്രങ്ങൾ ഒരിക്കലും കൂട്ടിമുട്ടില്ല. നിസ്സംഗതാവക്രങ്ങൾ ഒരിക്കലും കൂട്ടിമുട്ടില്ല, അത് ഓർത്ത് വെക്കുക.